സെനറ്റ് നാമനിർദ്ദേശത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഹൈക്കോടതിയിലുള്ള കേസിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലത്തെ ചൊല്ലി വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലാണ് തർക്കം. രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലം വൈസ് ചാൻസലർ വെട്ടുകയായിരുന്നു. സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന്റെ കാര്യത്തിൽ സർവകലാശാല അവലംബിക്കുന്ന കീഴ്വഴക്കം പറയുന്ന ഭാഗമാണ് VC ഒഴിവാക്കിയത്. തിരുത്തിയ സത്യവാങ്മൂലം ഒപ്പിടാൻ രജിസ്ട്രാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വൈസ് ചാൻസലറും സർവകലാശാല നേതൃത്വവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ സമർപ്പിക്കാനായാണ് രജിസ്ട്രാർ സത്യവാങ്മൂലം തയ്യാറാക്കിയതും VCയുടെ ഇടപെടൽ ഉണ്ടായതും. മുൻവർഷങ്ങളിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അവലംബിക്കുന്ന രീതി രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ VC ഇത് ഒഴിവാക്കി. പകരം ചാൻസലർക്ക് സർവകലാശാല പട്ടിക നൽകിയിട്ടില്ലെന്നും അതിന്റെ നടപടികൾ പൂർത്തിയായിരുന്നില്ല എന്നും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. വൈസ് ചാൻസലർ തിരുത്തിയതോടെ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ രജിസ്ട്രാർ തയ്യാറായില്ല. വസ്തുത മറച്ചുവെച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനാകില്ലെന്ന് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ നിലപാടെടുത്തു. വൈസ് ചാൻസലർ പറയുന്നതിന് അനുസൃതമായാണ് സത്യവാങ്മൂലം തയ്യാറാക്കേണ്ടത് എന്നാണ് VC മോഹനൻ കുന്നുമലിന്റെ വാദം. തർക്കത്തിന് പരിഹാരം കാണാനാവാത്ത സാഹചര്യത്തിൽ സർവകലാശാലയുടെ സത്യവാങ്മൂലം ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. സത്യവാങ്മൂലത്തിൽ ഇടപെട്ടതിനെ ചൊല്ലി ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗവും വൈസ് ചാൻസലറും തമ്മിൽ വാക്പോരും അരങ്ങേറി. നേരത്തെ കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി മതിയായ യോഗ്യത ഇല്ലാത്തവരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് വിവാദമായിരുന്നു. സർവകലാശാല ശുപാർശ ചെയ്തവരെക്കാൾ വളരെ കുറഞ്ഞ യോഗ്യത ഉള്ളവരാണ് ഗവർണറുടെ ശുപാർശയിൽ സെനറ്റിൽ എത്തിയതെന്നായിരുന്നു ആക്ഷേപം. റാങ്ക് ജേതാക്കളെ തള്ളി സർവകലാശാല പരീക്ഷാഫലം കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥിയെയാണ് പഠന മികവിന്റെ പേരിൽ നാമനിർദ്ദേശം ചെയ്തത്. കലാപ്രതിഭയെപ്പോലും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറായില്ലെന്നും പരാതിയുണ്ടായിരുന്നു. ചാൻസലർ ശുപാർശ ചെയ്ത 4 പേരെയും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് സർവകലാശാല ശുപാർശ ചെയ്ത 4 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി സർവകലാശാലയുടെ വിശദീകരണം തേടിയിരിക്കുന്നത്. കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന 4 പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം. സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് കീഴ്വഴക്കം. ഇതുപ്രകാരം 4 പേരുടെ ഒഴിവിലേക്ക് സർവകലാശാല 8 പേരുടെ ലിസ്റ്റ് നൽകിയിരുന്നു. മാനവിക വിഷയങ്ങളിൽ 1ാം റാങ്കുകാരായ 4 വിദ്യാർത്ഥികൾ, സയൻസ് വിഭാഗത്തിൽ BSc കണക്ക്, കമ്പ്യൂട്ടർ സയൻസ് 1ാം റാങ്ക് ജേതാക്കൾ, കേരള സർവകലാശാല കലാപ്രതിഭ, ഒപ്പം കായിക മേഖലയിൽ നിന്ന് ദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി വടംവലിയിൽ മെഡൽ ജേതാവ് ഇവരായിരുന്നു സർവകലാശാല ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ ലിസ്റ്റ് അട്ടിമറിച്ച് ഗവർണർ നിയമനം നടത്തിയെന്നായിരുന്നു ആക്ഷേപം. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്ത ഗവർണറുടെ നടപടി പിന്നീട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സെനറ്റിലേക്ക് സർവകലാശാല ശുപാർശ ചെയ്ത 4 വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചിന്റേതായിരുന്നു നടപടി. സർവകലാശാല നിയമം 17(3) പ്രകാരം യോഗ്യതയുള്ളവരല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നും ചാൻസലർ ശുപാർശ ചെയ്ത 4 പേരെയും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.